ക്രൈസിസിൻ്റെ വക്കത്തെത്തി ഏകദേശം ഒരു പ്രതിസന്ധിയിൽ വീണതിൻ്റെ ശേഷം അടക്കം പലപ്പോഴും പല കേസുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കാറുണ്ടല്ലോ. ആ വിളികളിൽ നിന്ന് എന്താണ് ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു മർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? അതിൽ നമ്മൾ പറയുമ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവൾ ജീവിച്ച ഒരു കുടുംബ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ഏറ്റവും സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളിൽ നിന്നും ആ പെൺകുട്ടി മറ്റൊരു വീടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആ കുട്ടി ഇടപഴകി ആ കുടുംബത്തിൻ്റെ ഒരംഗമായി മാറാനുള്ള ഒരു സാവകാശം വേണം എന്നത് ഉൾക്കൊള്ളാൻ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടിക്കും അതേപോലെ തന്നെ അവിടുത്തെ മാതാപിതാക്കൾക്കും ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്കും യഥാർത്ഥത്തിൽ ഒരു ചിന്ത ആവശ്യമാണ്. ഇതില്ലാത്തത് കൊണ്ട് എന്തുണ്ടാവുക എന്ന് ചോദിച്ചാൽ, ചെന്നതിൻ്റെ പിറ്റേന്നു തന്നെ ആശങ്കയോടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ രക്ഷിതാക്കന്മാർ എന്താണ് അവിടുത്തെ അവസ്ഥകളെന്ന് ചോദിക്കും. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിച്ചു പോയ വീട്ടിൽ എന്ത് ദുരന്തങ്ങളും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പെൺകുട്ടിയുടെ രക്ഷിതാക്കന്മാർ പറഞ്ഞു കൊടുക്കുക, അത് ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് അത് നീ സഹിക്ക്, ക്ഷമിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഇന്ന് പൊതുവെ പെൺകുട്ടികൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലതകളും സ്വന്തം മാതാപിതാക്കളുമായി ഷെയർ ചെയ്യുമ്പോൾ അത് വല്ലാതെ ഷെയറിങ് അധികമായി വരുമ്പോൾ എന്നാൽ പിന്നെ നീ പോണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാക്കന്മാരെ ഇവർ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ നേർക്കുനേരെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അത് ഒരു ഏറ്റുമുട്ടലിൻ്റെ തുടക്കമാകും. അതുകൊണ്ട് ഈ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, വിവാഹിതയായ പെൺകുട്ടികൾ ഭർത്തൃ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരമാവധി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവിടെ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, വിവാഹം കഴിച്ച പുരുഷൻ ഓക്കെ ആണെങ്കിൽ, അയാൾ അവൾക്ക് ഭാവിയിൽ സുരക്ഷിതമായ ഒരു നായകത്വം നൽകാൻ പറ്റുന്ന ഒരു പുരുഷനാണെങ്കിൽ, ആ മുന്തിരി പറിക്കാൻ കുത്തുന്ന മുള്ളുകൾ അത് എല്ലാം പിന്നീട് മധുരമായി മാറും എന്ന് ചിന്തിക്കാൻ ഇവിടെ പറ്റുന്നില്ല. ഇവിടെ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല, കാരണം അവർ ജീവിച്ച് ഇണങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ അവർ മാനസികമായി ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ചില ശാഖാപരമായ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ രണ്ട് വീട്ടുകാരും രക്ഷിതാക്കന്മാരും ചർച്ച ചെയ്ത് പിന്നെ എന്ത് ചെയ്യേണ്ട, ആ വീട്ടിലേക്ക് നീ പോകണ്ട, ഇനി ആ ബന്ധം നമുക്ക് വേണ്ട എന്നൊക്കെ കുടുംബങ്ങൾ ഒന്നിച്ച് പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ക്ഷമയും സഹനവും അത് മുന്നിൽ കണ്ടുള്ള ഉപദേശവും കൊടുക്കാൻ രക്ഷിതാക്കന്മാർക്ക് പറ്റുകയും അത് ദമ്പതികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.